ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാധുര്യ നാമത്തിൽ ഒരിക്കൽ കൂടെ എളിയവന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഉത്സാഹത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ ഇടയായല്ലോ. വീണ്ടും ഇന്ന് സന്തോഷം അഥവാ ആനന്ദം എന്നതിനെ കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ ഉണ്ട്. സന്തോഷം എന്നത് ഏറ്റവും അധികം വിലമതിക്കപ്പെട്ടതും എന്നാൽ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നതുമായ ഒന്നാണ്. ഈ ലോകം ഒരു കണ്ണാടിയാണ്. സ്വന്തം മുഖച്ഛായയെ അത് നമുക്ക് തിരിച്ച് നൽകുകയാണ് ചെയ്യുന്നത്. അതായത് നാം എന്ത് നൽകുന്നുവോ അത് നമുക്ക് കിട്ടും. ഈ പ്രകൃതിദത്തം ജീവിതത്തിലും അത് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ലോകത്തിൽ ഒട്ടുമുക്കാലും ആളുകൾ അവര് കാക്ഷിക്കുന്നത് ധനം, പേര്, പ്രശസ്തി, ആരോഗ്യം, അങ്ങനെ ഏതു തരം ആഗ്രഹവും വച്ച് പുലർത്തുന്നവരുടെയും ഉദ്ദേശം ഒന്നു തന്നെയാണ്: ജീവിതം സന്തോഷകരമായിരിക്കണം അഥവാ ആനന്ദപ്രദമായിരിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്നാൽ എന്താണ് യഥാർത്ഥ സന്തോഷം? മനോഹരമായ മണിമാളികയിൽ, മലർമത്തയിൽ മരുവുന്നതാണോ? വർണ്ണശബളമായ വസ്ത്രധാരണമോ, ആഭരണമോ, ലഹരിയോ, സമ്പത്തോ, ഉന്നത വിദ്യാഭ്യാസമോ, ജോലിയോ, സൗന്ദര്യമോ ഇതൊക്കെയാണോ യഥാർത്ഥമായിട്ട് മനുഷ്യന് സന്തോഷം നൽകുന്നത്? ജീവിതത്തിൽ സന്തോഷം വേണമെന്ന് ആഗ്രഹിക്കുന്നവര് അവര് നന്മയാലും തിന്മയാലും അതെന്തു തന്നെ ആയിരുന്നാലും അത് സ്വീകരിപ്പാനായിട്ട് അവർ തയ്യാറാകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. എനിക്കെന്താണ് ഇങ്ങനെ വന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നൊക്കെ ചോദിച്ച് സ്വയം വിധിയെ പഴിച്ചുകൊണ്ട് പിറുപിറുത്തുകൊണ്ട് നടക്കുന്നത് കൊണ്ട് ഒരർത്ഥവുമില്ല. ജീവിതത്തിൽ എന്തു വന്നാലും അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ കഴിയുമെങ്കിൽ ജീവിതം ആനന്ദമാക്കാനായിട്ട് സാധിക്കും. കൊച്ചുകുട്ടികളെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. മരിച്ചുപോയ ഇന്നലകളെ കുറിച്ചും ജീവിക്കാനിരിക്കുന്ന നാളുകളും അവർക്കൊരു പ്രശ്നമേ അല്ല. സങ്കടം എന്നത് അവനെ സംബന്ധിച്ചിടത്തോളം വെറും നൈമിഷികം മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകണമെന്ന് ക്രിസ്തു പറയുവാനായിട്ട് ഇടയായി തീർന്നു. ജീവിതം വിജയിക്കാനുള്ളതാണ്. എന്നാൽ നൈരാശ്യത്തിന്റെയും പരാജയത്തിന്റെയും അപകർഷത ആ ബോധത്തിന്റെയും പാതാളത്തിലേക്ക് വീണുപോകുന്ന എത്രയോ ജീവിതങ്ങളാണ് ദിവസവും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. മോഹഭംഗം വന്നവർ, ആത്മധൈര്യമില്ലാത്തവര്, പീഡിപ്പിക്കപ്പെട്ടവര്, ഇങ്ങനെ എത്രയോ ആളുകളെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ജീവിതം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാരവും ശാപവുമാണ്. ഈ ഭാരത്തിൽ നിന്ന്, ഈ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വഴിയുണ്ടോ എന്നുള്ള ചോദ്യമാണ് പലപ്പോഴും പലരിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. തീർച്ചയായിട്ടും വഴിയുണ്ട്. ദൈവത്തിന്റെ വചനം, വിശുദ്ധ ബൈബിൾ, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും. അടുത്തത് 11-ാം വാക്യം: എന്റെ സന്തോഷം നിങ്ങളിലിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ക്രിസ്തു താൻ പിതാവിന്റെ കൽപ്പന അനുസരിച്ചതുപോലെ, ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ, അതെ, നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ, ദൈവത്തിന്റെ കൽപ്പനകൾ, ആ പ്രമാണങ്ങൾ പ്രമാണിച്ചാൽ നിശ്ചയമായിട്ടും ആ സന്തോഷം അനുഭവിപ്പാനായിട്ട് കഴിയും എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മോട് പഠിപ്പിക്കുന്നത്. പലപ്പോഴും ദൈവത്തെ കൂടാതെ അല്ലെങ്കിൽ ദൈവ വചനത്തില് അധിഷ്ഠിതമാകാതെ തനിക്ക് തന്നെ ഏതെങ്കിലും നിലകളിൽ സന്തോഷിക്കുവാൻ ചില മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് അവനെ ദുഃഖത്തിലും പരാജയത്തിലും ആത്മഹത്യയിലും കൊണ്ടെത്തിക്കുന്നത്. സകല തകർച്ചകളുടെയും കാരണം അതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവഹിത പ്രകാരം ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് നിത്യമായ സന്തോഷവും ആനന്ദവും സമാധാനവും
അവിടുത്തെ പക്കൽ നിന്ന് അനുഭവിപ്പാനായിട്ട് കഴിയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കായിരിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതയാത്രക്കാരാ, കാലടികളെങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിലുണ്ട്. ജീവിതയാത്രക്കാരാ, കാലടികളെങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിലുണ്ട്. അൻപിൻ രൂപി യേശുനാഥൻ നിന്നെ വിളിക്കുന്നില്ലേ? പോകല്ലേ നീ അന്ധനായി ലോക സൗഭാഗ്യം തേടി. പൊന്നിൻ ചിറകു നിനക്കുമീതെ കർത്തൻ വിരിച്ചതു കാണുന്നില്ലേ? പൊന്നിൻ ചിറകു നിനക്കുമീതെ കർത്തൻ വിരിച്ചതു കാണുന്നില്ലേ? സൂര്യനിൻ താപമോ ഘോരമാം മാരിയോ നിന്നെ അലട്ടായൻ പൊന്മകനേ. ജീവിതയാത്രക്കാരാ, കാലടികളെങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിലുണ്ട്. വൈഷമ്യ